ഓക്കെ ലെറ്റ്സ് ഗോ. ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ചാൽ നമ്മൾ സിസ്റ്ററിൻ്റെ മാരേജ് കഴിഞ്ഞിട്ട് അന്ന് നൈറ്റ് ഒന്ന് നൈറ്റ് ഡ്രൈവിന് വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. എന്തായാലും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി പോകുമ്പോഴേക്ക് 11 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ടൈം രാത്രി. അപ്പോൾ എന്താ പറയുക, ഞാനും എൻ്റെ സിസ്റ്ററും എൽഡർ സിസ്റ്ററും ബ്രദറും എൻ്റെ ഹസ്ബൻഡും വലിയ ഇളയും നമ്മൾ ഒന്നിച്ചിട്ടാണ് പോയത്. അനിയത്തിൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയി മംഗലം കഴിഞ്ഞിട്ട്. പിന്നെ എൻ്റെ മൂത്തേട്ടത്തിയുണ്ട്, അവൾ പ്രഗ്നൻ്റ് ആണ്. അതുകൊണ്ട് രാത്രി പുറത്ത് പോകണ്ട വിചാരിച്ചിട്ട് അവളെ കൂട്ടിയിട്ടാണ്. പിന്നെ പിള്ളേരൊക്കെ ഉറങ്ങി, അതുകൊണ്ട് നമ്മൾ മാത്രം പോയതാണ് കേട്ടോ. അടിപൊളിയായിരുന്നു. ലൈക്ക് നമ്മൾ പാട്ടൊക്കെ വെച്ചിട്ട് വൈബിലാണ് പോയത്. പിന്നെ ആ പാട്ടിനൊക്കെ കോപ്പിറൈറ്റ് കിട്ടുന്നതുകൊണ്ട് ഞാൻ മ്യൂട്ടാക്കിയതാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കണം ഇങ്ങനെ ഡാൻസ് കളിക്കുന്നുണ്ട് പാട്ടില്ലല്ലോ എന്ന്. നമ്മൾ ഡാൻസൊക്കെ കളിച്ചിട്ടാണ് പോയത്, ബട്ട് കോപ്പിറൈറ്റ് കിട്ടുന്നതുകൊണ്ട് ഞാൻ മ്യൂസിക് മ്യൂട്ടാക്കിയതാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്നില്ല, കാസർഗോഡ് നിന്ന് അങ്ങോട്ട് ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും ചെയ്യണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടോ ഇല്ലേ എന്ന് പറഞ്ഞിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ എന്തായാലും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, എന്നാലും ഞാൻ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ നിങ്ങൾക്ക്. അപ്പോൾ ഇൻഷാ അല്ലാ നമ്മൾ വൈബിൽ എന്താ പറയുക നല്ലോണം എൻജോയ് ചെയ്തിട്ട് പോകുന്നുണ്ട്. ഇത് നമ്മൾ പോയിട്ട് ബേക്കൽ എത്തിയിട്ടാ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബേക്കൽ ഫോർട്ട് കാസർഗോഡ്, അവിടെ തന്നെയാണ് ബേക്കൽ. നമ്മൾ ബേക്കൽ പോയിട്ട് എത്തി. എന്നിട്ട് അവിടെ ബേക്കാച്ചി എന്നുള്ളൊരിതുണ്ട്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു ഓപ്പൺ റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് ഫുഡ് കഴിച്ചിട്ടുണ്ടായിട്ട്. അപ്പോൾ ഫുഡ് കഴിക്കാൻ വിചാരിച്ചായിരുന്നു. ആടെ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ കാണും വീഡിയോയിൽ ഉപ്പിലിട്ടത് അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അടിപൊളിയാണ്. നമ്മൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾക്കൊരു കണ്ടുണ്ടേ ഇക്കോ. എന്നിട്ട് നമ്മൾ അവിടുന്ന് കുറച്ച് ഉപ്പിലിട്ടത് കഴിച്ച്, ലൈക്ക് കക്കിരി അതൊക്കെ കഴിച്ച്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബെക്കാച്ചിലോട്ട് പോകാമെന്ന് വിചാരിച്ച്, ഒന്ന് കടൽ കണ്ടിട്ട് വരാതെ. അങ്ങനെ നമ്മൾ അവിടെ പോയി. പുതിയ പെണ്ണ് ഞാനാക്കുന്നുണ്ട്. ഇങ്ങനെ അടിക്കും ഒന്ന് തിരിഞ്ഞിട്ടല്ല എന്തല്ലോ ആക്കി. നിങ്ങൾ വെറുതെ പോണ്ട. പോടെ എന്താ എന്നിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട ബെക്കാച്ചിൻ്റെ ആടെ അത്ര ഇതൊന്നും ഉണ്ടായിട്ട് എല്ലാം ക്ലോസ് ആയിരുന്നു. പിന്നെ പാനിപ്പൂരി കണ്ട്. അപ്പോൾ പാനിപ്പൂരി മേടിക്കാമെന്ന് വിചാരിച്ച് ചോദിക്കുമ്പോൾ ഓന് പറഞ്ഞ് അത് സെയിൽ ചെയ്യുന്നില്ല എന്ന്. എന്നിട്ട് നമ്മൾ തിരിച്ച് വന്നിട്ട് അവിടെ പോയിട്ട് ലൈക്ക് നമ്മൾ വിചാരിച്ച സ്പോട്ടിൽ വേറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഇരുന്നിട്ട്, അല്ലെങ്കിൽ ആടെ ഇരുന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചതാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് വന്ന ആടുന്ന്. എന്നിട്ട് വീണ്ടും നമ്മൾ ഉപ്പിലിട്ടതൊക്കെ മേടിച്ച് അതൊക്കെ ഇങ്ങനെ കഴിച്ച്. അല്ല 8 ഗಂಟೆಗೆ പിന്നെ ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഉപ്പിലിട്ടതാണ് കേട്ടോ. കുറേ ഐറ്റംസ് ഉണ്ട്.
ലൈക്ക് മാങ്ങ അത് ഇത് മറ്റത് മറിച്ചത് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. നമ്മൾ ഓരോന്നിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടുണ്ടായിന്. ഫുഡ് കഴിക്കുന്നേക്കാളും ഉപ്പിലിട്ടത് തന്നെ കേട്ടോ അധികം കഴിച്ചത്. മാങ്ങ, കുക്കുംബർ, പൈനാപ്പിൾ, അങ്ങനത്തെ കുറേ ഐറ്റംസ് കുറേ ഉണ്ട്. ഞാൻ വീഡിയോയിൽ ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട് എന്തൊക്കെയുണ്ട് നിങ്ങൾ നോക്ക്. മറ്റേ ജാമ്പക്ക അതൊക്കെ ഇല്ല, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിന് കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ കഴിച്ചിന്. അപ്പോൾ ഇതാ നമ്മൾ വീഡിയോ നോക്കിക്കോ എന്തൊക്കെ ഐറ്റം ഉണ്ട്, ഞാനെല്ലാം കാണിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ നിങ്ങളും കാസർഗോഡ് വന്നാൽ കാസർഗോഡ് മസ്റ്റായിട്ട് അവിടെ പോയിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ട ഓറഞ്ച് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. ഓറഞ്ചിൻ്റെ ഉപ്പിൻ്റെ വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ കഴിക്കലുള്ളത്. ഉപ്പ് കൂട്ടിയിട്ട് കഴിക്കൽ ഞാനും കഴിക്കലുണ്ട്. ബട്ട് ഇങ്ങനെ ഉപ്പിൻ്റെ വെള്ളത്തിലിട്ടിട്ട് കാണുന്ന ആദ്യമായിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇവിടുന്ന് കഴിച്ചത് എന്തെന്ന് വെച്ചാൽ കാടൻ കോയില്ല, അതാണ് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അപ്പം നമ്മൾ എല്ലാവരും കാടക്കോയില്ലേ അത് ഓർഡർ ചെയ്ത് എന്നിട്ട് നമ്മൾ കഴിച്ച്. കാടക്കോയിൻ്റെ ഒപ്പരം നെയ്പ്പത്തലാണ് കേട്ടോ, അരിപ്പത്തർ എന്നും പറയും. ആ സംഭവമാണ് നമ്മൾ ഓർഡർ ചെയ്തത്. എന്നിട്ട് നമ്മൾ അതൊക്കെ കഴിച്ച്. ആക്ച്വലി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കാടൻ കോഴി ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഞാനായാലും എൻ്റെ സിസ്റ്ററായാലും നമ്മൾ രണ്ടാളും ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. എന്നിട്ട് അടിപൊളിയായിരുന്നു. അമ്മ അപ്പോൾ എല്ലാം കഴിച്ചിട്ട് ഇതാ തീർത്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റായിട്ട് ഒരു പൈനാപ്പിൾ പീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ് ഞാനൊരു വീഡിയോ എടുക്കാം, നിങ്ങളെല്ലാവരും ഒന്നിച്ച് എടുക്കുന്ന പോലെ ചെയ്യണമെന്ന്. അങ്ങനെ അത് ചെയ്തിട്ട് നമുക്ക് ബ്രദറിനാണ് കിട്ടിയത്. അടിപൊളിയായിരുന്നു, അൽഹംദുലില്ലാ. നല്ല രസമുണ്ടായിരുന്നു ഈ ഒരു നൈറ്റ്. പിന്നെ എന്താ പറയുക, എന്നിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം. പിന്നെന്തപ്പാ, പിന്നൊന്നുമില്ല, വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും ചെയ്യണം. പിന്നെ നമ്മൾ പോകുമ്പോഴും റിട്ടേൺ പോകുമ്പോഴും പാട്ടൊക്കെ വെച്ചിട്ട് വൈബിൽ തന്നെയാണ് പോയത്. ഞാൻ പറഞ്ഞില്ല ആദ്യം കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ കിട്ടുന്നതുകൊണ്ട് ഞാൻ മ്യൂട്ട് ചെയ്തതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ അസ്സലാമു അലൈക്കും, ബൈ.